സ്വാഗതം, സുസ്വാഗതം. ദൈവവുമായുള്ള അഭിമുഖത്തിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. കഴിഞ്ഞ ആഴ്ച തന്റെ യഥാർത്ഥ പേര് വെളിപ്പെടുത്തിയ ദൈവം ഇന്നിതാ വേറൊരു പുതിയ വെളിപ്പെടുത്തലുമായി എത്തിയിരിക്കുന്നു. ദൈവത്തിന് ഞങ്ങളുടെ ഹൃദയം നിറഞ്ഞ സ്വാഗതം. നിങ്ങൾ ഓരോരുത്തർക്കും സ്നേഹപൂർവ്വം സ്വാഗതം. ഓക്കെ, നമുക്ക് അഭിമുഖത്തിലേക്ക് കടക്കാം. ഗുഡ് മോർണിംഗ് ആൻഡ് പ്രൈസ് ദി ലോർഡ്. അങ്ങേക്ക് സുഖം തന്നെയല്ലേ? അങ്ങയുടെ വിശേഷങ്ങൾ അറിയാൻ ഞങ്ങൾക്കേവർക്കും ആഗ്രഹമുണ്ട്. വളരെ നല്ലത്. എന്റെ വിശേഷങ്ങൾ നിങ്ങളുമായി പങ്കുവയ്ക്കാനാണ് ഇന്ന് ഇവിടെ ഞാൻ സന്നിഹിതനായിരിക്കുന്നത്. എനിക്ക് സുഖമാണോ എന്ന് നിങ്ങളുടെ ചോദ്യത്തിന് സുഖമല്ല എന്ന കാര്യം ഞാൻ വളരെ ഖേദപൂർവ്വം ഓർമ്മപ്പെടുത്തുന്നു. അങ്ങ് എന്താണ് പറയുന്നത്? അങ്ങേക്ക് സുഖം ഇല്ലെന്നോ? ഞങ്ങൾക്ക് വിശ്വസിക്കാൻ വിഷമമുണ്ട്. അതെ, വിശ്വസിക്കാൻ സാധിക്കാത്ത കാര്യമാണ്. കാരണം യഥാർത്ഥത്തിൽ മനുഷ്യരുടെ സുഖമാണ് എന്റെ സന്തോഷം. ഇത് നിങ്ങൾക്കറിയാത്തിടത്തോളം കാലം ഞാൻ പറഞ്ഞത് നിങ്ങൾക്ക് വിശ്വസിക്കുവാൻ സാധിക്കുകയില്ല. അങ്ങ് എന്താണ് ഈ പറയുന്നത്? ഞങ്ങളുടെ സന്തോഷമാണോ അങ്ങയുടെ സന്തോഷം? അതേ മക്കളെ, അതാണ് സത്യം. മനുഷ്യർ ഒത്തൊരുമയോടെ പരസ്പര സ്നേഹത്തോടെ കഴിയുമ്പോഴാണ് എനിക്ക് സുഖം. മനുഷ്യർ ഒത്തൊരുമയോടെ പരസ്പര സ്നേഹത്തോടെ കഴിയാത്തോളത്തോളം എനിക്ക് സുഖമല്ല എന്ന സത്യം നിങ്ങൾ മനസ്സിലാക്കുക. മനുഷ്യരുടെ സുഖം ആണ് അങ്ങയുടെ സുഖം എന്ന് അങ്ങ് ഇപ്പോൾ പറഞ്ഞു. എന്തുകൊണ്ടാണ് ഇങ്ങനെ? ഒന്ന് വിവരിച്ചു പറയാമോ? നോക്കൂ, നിങ്ങൾക്കറിയാമല്ലോ മനുഷ്യനെ ഞാൻ സ്വന്തം ഛായയിലും രൂപത്തിലുമാണ് സൃഷ്ടിച്ചിരിക്കുന്നത് എന്ന്. ഞങ്ങൾക്കറിയാം. ഇത് നിങ്ങൾക്കറിയാം. എന്നാൽ എന്താണ് എന്റെ യഥാർത്ഥ രൂപമെന്ന് നിങ്ങൾ അറിയുന്നില്ല. അങ്ങ് അരൂപിയാണ്. അങ്ങേക്ക് പ്രത്യേക രൂപം ഇല്ല എന്നാണ് ഞങ്ങൾ പഠിച്ചിരിക്കുന്നത്. വളരെ ശരിയാണ്, ഞാൻ അരൂപിയാണ്. എന്നാൽ നിങ്ങൾ കരുതുന്നത് പോലെ അരൂപി എന്നാൽ യാതൊരു രൂപവും ഇല്ലാത്തവൻ എന്നല്ല അതിന്റെ അർത്ഥം. ഇതൊന്ന് വിവരിക്കാമോ? അരൂപി എന്നാൽ മനുഷ്യരുടേതുപോലെ ഒരു പ്രത്യേക ശാരീരിക ഘടന അല്ലെങ്കിൽ രൂപത്തിൽ നിങ്ങൾക്കെന്നെ നിർവചിക്കുവാൻ സാധിക്കാത്തത് എന്നാണ് അർത്ഥം. ഇത് മനസ്സിലാക്കാൻ പറ്റാത്തത് കൊണ്ടാണ് നിങ്ങൾ നിങ്ങളുടെ ഭാവനയ്ക്കനുസരിച്ച് എന്റെ പല പല രൂപങ്ങൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ എന്താണ് അങ്ങയുടെ യഥാർത്ഥ രൂപം? എന്താണ് അങ്ങയുടെ ഛായ? പ്രിയപ്പെട്ടവരെ, ശ്രദ്ധിച്ചു കേൾക്കുക. സ്നേഹമാണ് എന്റെ രൂപം, സത്യമാണ് എന്റെ ഛായ. നിങ്ങൾ സ്നേഹത്തോടെ കഴിയുന്നില്ലെങ്കിൽ ഓർക്കുക, എന്റെ രൂപത്തിനാണ് കോട്ടം തട്ടുന്നത്. ആ ഒരു അവസ്ഥയിൽ എനിക്ക് സുഖമാണ് എന്ന് പറയുവാൻ സാധിക്കുമോ? നിങ്ങൾ സത്യത്തിൽ നിന്ന് വ്യതിചലിക്കുമ്പോൾ ഓർക്കുക, എന്റെ ഛായയെ നിങ്ങൾ വികൃതമാക്കുന്നു. അപ്പോൾ എനിക്ക് സുഖമാണ് എന്ന് എങ്ങനെ പറയുവാൻ സാധിക്കും? ഇത് വളരെ ശരിയാണ്. ഇപ്പോഴാണ് സത്യം മനസ്സിലായത്. ഈ കാര്യങ്ങൾ ഞങ്ങൾക്ക് മനസ്സിലാക്കി തന്ന അങ്ങേക്ക് നന്ദി. പ്രിയപ്പെട്ട പ്രേക്ഷകരെ, ചിന്തിക്കൂ, പ്രവർത്തിക്കുക, സ്നേഹത്തിൽ കഴിയുക, സത്യത്തിന്റെ മാർഗത്തിൽ മുന്നേറുക. ദൈവമക്കളാണ് നാം മറന്നു പോകാതെ ദൈവമക്കളുടെ അന്തസ്സിനൊത്തവണ്ണം ജീവിക്കാം. ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. വീണ്ടും കാണാം, വീണ്ടും കാണണം. ബൈ.